സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മലയാള സിനിമ നിരവധി സൂപ്പർ ഹിറ്റ്സുകൾ സമ്മാനിച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അമീർ പള്ളിക്കലിനെ ഞാൻ പ്രേമലു ഷമോട്ടൻ പ്ലീസ് ഷമോട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കാളികളാകും എല്ലാവരും നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് ഒന്നിച്ച് അഖില ഭാർഗവൻ പാർവതി ശത്രുസംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങുന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചേട്ടൻ വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങൾ അത് നേരെ തിരിച്ചറിഞ്ഞു. ബീച്ചേട്ടൻ വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചേട്ടൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങട്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിന് മറുപടി തരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴുകുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട്. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഒരു ഡയറക്ടർ പുതിയ തുടക്കമാണ്. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡറായിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറേ നാള് കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം. അപ്പം എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം. ഇത് താമസം എടുത്തപ്പോൾ തരും. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത ഫിലിമിൽ ദിലീപേട്ടൻ്റെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുപോകുന്നത് ഈ ഡയറക്ടറാണ്. പക്ഷെ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പം ബിജേട്ടനോട് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ ബിജേട്ടൻ ഞാൻ പറഞ്ഞു, ബിജേട്ടൻ സുഗമമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജേട്ടൻ. ബിജേട്ടനും ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല ക്രൂസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറൊക്കെ പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് ഒരു നല്ല മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വിനീത് ഫോർട്ട് ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, പിന്നെയുണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ. കുറെ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിലമതിച്ച അഭിനയമാണ് ഈ സിനിമയെ വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ ഈ ചടങ്ങിൽ ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷം പ്രോത്സാഹനം ഞങ്ങളോടൊപ്പമാണ്.
നന്ദി. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയാണ്. ക്രിസ്ത്യൻ ഒരു ബ്രദറാണ് ചോദിച്ചാണ്. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷെ മലയാളം കുറേ നാളാണ് ചെയ്തിട്ടുള്ള. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടിപ്പെടുത്തിയാണ് പരിപാടി. സോ ഈ ടീമിലെ എല്ലാവരും ഗണപതി, വിനയ് ഫോർട്ട്, ഇതിലെല്ലാം എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിനെ മുതലാളി എന്നാണ് വിളിക്കുന്നത്. കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റ്. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇതുപോലെ എനർജി കിട്ടണമെന്നില്ല. കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്കറിയണം, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് അതിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കാളിയാവുക എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസിൽ ശേഖരൻ ബിജുമാനയുടെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലും ഒരു വിജയോപരിയായി സൂപ്പർ ഹിറ്റ് തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയിൽ പോയിരുന്നു. അപ്പം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടുതലില്ല, ബോബൻ ഫോണിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ വരുന്നു. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. ഫ്രണ്ട്സിൻ്റെ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ടീച്ചറിൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്. സന്തോഷം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് ബിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു സിനിമയാണെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. ലിസ്റ്റിൻ ബ്രദറിന്റെ 35ാമത്തെ സിനിമയ്ക്കും ഇനി വരാനിരിക്കുന്ന സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. ഇവിടെ ഒരു ഫോർമൽ വിഷസ് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാജിക് ഫ്രെയിംസ് എനിക്ക് ഫാമിലി പോലെയാണ്. പിന്നെ തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇനി എത്ര 100 പടം ചെയ്താലും കിട്ടൂല. സോ എൻജോയ്. താങ്ക് യു സോ മച്ച്. ഇതിൽ മോചനം എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസിൻ ചേട്ടൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാനുണ്ടായിരുന്നു. ആമിറിൻ്റെ പടം നേടി. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ലേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു. വിളിച്ചേട്ടനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് വിളിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. പ്രൊമോഷൻ ടീമിന് കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറുകളിൽ പടത്തിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ലിസ്റ്റിനെ ആയാലും വിജയനെ ആണെങ്കിലും വിനീച്ചനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്കിത് വലിയൊരു ഭയങ്കര ഇവരെല്ലാവരെക്കാളും ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ലിസിൻ ചേട്ടാ. ആൻഡ് അമൽ ചേട്ടൻ ആദ്യത്തെ സിനിമയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമൽ ചേട്ടാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും നന്ദി. ഒട്ടനവധി പ്രയത്നം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ സത്യസന്ധമായിട്ട് പറയണം. പുറകെ നിൽക്കുന്നതിൽ 3/4 പേരും എൻ്റെ കൂട്ടുകാരാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എൻ്റെ അപ്പം വന്നിട്ടുണ്ട്. പിന്നെ കോളേജിൽ എൻ്റെ അച്ചുപൊടി രേഷ്മേമ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടമാനം പേരോട് വന്നു ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്ന എല്ലാവരെയും നന്ദി. ആരെയും പ്രോത്സാഹപ്പെടുത്തില്ല. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടാകും. താങ്ക് യു.
ഞാൻ ഫസ്റ്റ് ടൈമാണ് മാജിക് ഫ്രെയിംസിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വരുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രോജക്റ്റുകളിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. എൻ്റെ സിനിമ ED നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ 31ാമത്തെ പ്രൊഡക്ഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 മാസങ്ങൾക്കകം തന്നെ 6ഓളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ പൂജയിലാണ് നമ്മളുള്ളത്. വിജയേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാം അമ്പരിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ എന്നാണ്. ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ ഒരു കുഞ്ഞു സിനിമ ED ഡിസംബർ 20-ാം തീയതി റിലീസ് ആവുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവരും ആശംസിക്കുന്നു. 35ാമത് ചിത്രത്തിന്റെ ഫസ്റ്റ് ക്ലാപ്പിലേക്കും സ്വിച്ച് ഓൺ നിർമ്മിതിലേക്ക് നടക്കുകയാണ്. ഒന്നിച്ച് പുതിയ ചിത്രത്തിന് തുടക്കം. അത് നമ്മുടെ മലയാളത്തിന്റെ പുതിയ ഡയറക്ടർ സംവിധായകൻ ചിത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് ഈ ചിത്രം പിന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ, മലയാള സിനിമയുടെ സംവിധായകൻ ഏറ്റുമാറാണ്.